ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ 5th എക്സസൈസിലെ 5th ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതും ഡിവിഷൻ തന്നെയാണ്. നമ്മൾ ഇൻട്രഡക്ഷനിലും ഇതിനു മുന്നുള്ള സൊല്യൂഷനിലൊക്കെ ഡിവിഷനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7 ഡിവൈഡഡ് ബൈ 3.5 ആണ്. ഇത് നമുക്ക് 7 ഡിവൈഡഡ് ബൈ 35 ബൈ 10 എന്ന് എഴുതാം. ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ആണുള്ളത്. അപ്പോൾ ആ ഡെസിമൽ കളഞ്ഞിട്ട് ബൈ 10 എന്നെഴുതി. ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 7 ഇൻറ്റു 10 ബൈ 35 എന്ന് കിട്ടി. ഈ 7നെയും 35നെയും കൂടി കട്ട് ചെയ്യാം. 7ൽ 7 1 ടൈം, 7 ഇൻറ്റു 5 ഈസ് 35. അപ്പോൾ നമുക്ക് 10 ബൈ 5 എന്ന ആൻസർ കിട്ടും. ഈ 10 ബൈ 5നെ വീണ്ടും നമുക്ക് 5 ആയിട്ട് കട്ട് ചെയ്യാം. 10ൽ 5 2 ടൈംസ്, 5ൽ 5 1 ടൈം. അപ്പോൾ 2 ബൈ 1 ആണ് കിട്ടുന്നത്. 2 ബൈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തന്നെ. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തത് 36 ഡിവൈഡഡ് ബൈ 0.2. ഇത് നമുക്ക് 36 ഡിവൈഡഡ് ബൈ 2 ബൈ 10 എന്ന് എഴുതാം. ഇവിടെയും ഒരു ഡെസിമൽ പ്ലേസ് തന്നെയുള്ളൂ, അതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 10 എന്നായത്. ഇനി നമുക്ക് ഈ 2 ബൈ 10ൻ്റെ റെസിപ്രോക്കലായിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 36 ഇൻറ്റു 2 ബൈ 10ൻ്റെ റെസിപ്രോക്കൽ 10 ബൈ 2. ഇനി ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യാം നമുക്ക്. 3ൽ 2 1 ടൈം, 1 ബാലൻസ്. 16ൽ 2 8 ടൈംസ്, 2ൽ 2 1 ടൈം. 18 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 18 എഴുതി ഒരു 0 കൊടുത്താൽ മതി അല്ലേ? മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3.25 ഡിവൈഡഡ് ബൈ 0.5. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 325 ബൈ 100 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 0.5 5 ബൈ 10 എന്ന് എഴുതാം. ഇനി 5 ബൈ 10ൻ്റെ റെസിപ്രോക്കലായിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 325 ബൈ 100 ഇൻറ്റു 5 ബൈ 10ൻ്റെ റെസിപ്രോക്കൽ 10 ബൈ 5. ഇനി നമുക്ക് ഈ 0യും ഈ 0യും കട്ട് ചെയ്യാം. പിന്നെ ഈ 5ഉം ഈ 325ഉം കൂടെ കട്ട് ചെയ്യാം. 3ൽ 5 ഇല്ല, 32ൽ 5 6 ടൈംസ്, 2 ബാലൻസ്. 25ൽ 5 5 ടൈംസ്, 5ൽ 5 1 ടൈം. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് 65 ബൈ 10 എന്നാണ്. 65 ബൈ 10 എന്ന് പറയുമ്പോൾ 6.5 അല്ലേ? ഇവിടെ 10 ആണ്. അപ്പം നമ്മളിവിടെ ഒരു ഡെസിമൽ പ്ലേസ് കൊടുത്തു, അത്ര തന്നെ. ഇനി അടുത്തതായിട്ട് 30.94 ഡിവൈഡഡ് ബൈ 0.7. ഇത് നമുക്ക് 3094 ബൈ 100 എന്ന് എഴുതാം. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, അതുകൊണ്ടാണ് 100 വന്നത്. ഡിവൈഡഡ് ബൈ 0.7 7 ബൈ 10 എന്ന് എഴുതാം. ഇനി 7 ബൈ 10ൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. 3094 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 7 ബൈ 10ൻ്റെ റെസിപ്രോക്കൽ 10 ബൈ 7. ഇനി നമുക്ക് ഇവിടെ ഈ 0യും ഈ 0യും കട്ട് ചെയ്യാം. ഇനി ഈ 7ഉം 3094ഉം കൂടെ കട്ട് ചെയ്യാം. 30ൽ എത്ര 7 ഉണ്ടെന്ന് നോക്കാം. 4 ഇൻറ്റു 7 28 ആണ്. അപ്പോൾ 4 ഇവിടെ എഴുതാം. 2 ബാലൻസ്. അപ്പോൾ നമുക്ക് 29 കിട്ടി. 29ലും 4 7s ആണ്. അപ്പോൾ 4 എഴുതി. 1 ബാലൻസ്. 14ൽ 7 2 ടൈംസ്, 7ൽ 7 1 ടൈം. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 442 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 1 10 തന്നെ. ഇനി 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ഡെസിമൽ പ്ലേസ് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് 442 എഴുതിയിട്ട് ഒരു ഡെസിമൽ പ്ലേസ് കൊടുക്കാം. 44.2 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് 0.5 ഡിവൈഡഡ് ബൈ 0.25. ഇത് നമുക്ക് 5 ബൈ 10 ഡിവൈഡഡ് ബൈ 25 ബൈ 100 എന്ന് എഴുതാം. ഇവിടെ ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ബൈ 10 എന്ന് എഴുതി. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതി. ഇനി 25 ബൈ 100ൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. 5 ബൈ 10 ഇൻറ്റു 100 ബൈ 25. ഈ 0യും ഈ 0യും കട്ട് ചെയ്യാം. ഈ 5ഉം 25ഉം കൂടെ കട്ട് ചെയ്യാം. 5ൽ 5 1 ടൈംസ്, 25ൽ 5 5 ടൈംസ്. 10 ബൈ 5 എന്ന് എഴുതാം. 1 ഇൻറ്റു 10 ഈസ് 10, 1 ഇൻറ്റു 5 ഈസ് 5. ഇനി 10ഉം 5ഉം കൂടെ കട്ട് ചെയ്യാം നമുക്ക്.
10ൽ 5 2 ടൈംസ്, 5ൽ 5 1 ടൈം. 2/1 എന്ന് പറയുന്നത് 2 തന്നെയാണ് അല്ലേ? ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തത് 7.75 ഡിവൈഡഡ് ബൈ 0.25. 7.75 നമുക്ക് 775/100 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 0.25 നമുക്ക് 25/100 എന്ന് എഴുതാം. ഈക്വൽസ് ടു ഈ 25/100ൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. 775 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 25/100ൻ്റെ റെസിപ്രോക്കൽ 100/25. ഇനി നമുക്ക് ഈ 100ഉം ഈ 100ഉം കട്ട് ചെയ്യാം. ഇത് രണ്ടും 5 ആയിട്ട് കട്ട് ചെയ്യാം. നമുക്ക് 7ൽ 5 1 ടൈം 2 ബാലൻസ്, 27ൽ 5 5 ടൈംസ് 2 ബാലൻസ്, 25ൽ 5 5 ടൈംസ്. ഈ 25ൽ 5 5 ടൈംസ്. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് 155 ആണ്. മേലെ ഡിനോമിനേറ്റർ 5. ഇനി ഇത് വീണ്ടും 5 ആയിട്ട് കട്ട് ചെയ്യാലോ. 15ൽ 5 3 ടൈംസ്, 5ൽ 5 1 ടൈം, 5ൽ 5 1 ടൈം. അപ്പോൾ നമ്മുടെ ആൻസർ 31/1 എന്ന് പറയുമ്പോൾ 31 തന്നെ. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ കട്ടിങ് എല്ലാം ചെയ്യുന്നതെന്ന്. ഇനി അടുത്തതായിട്ട് 76.5 ഡിവൈഡഡ് ബൈ 0.15. 76.5 നമുക്ക് 765/10 ഡിവൈഡഡ് ബൈ 0.15 15/100 എന്ന് എഴുതാം. അപ്പോൾ ഇനി നമുക്ക് 15/100ൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. 765/10 ഇൻറ്റു 15/100ൻ്റെ റെസിപ്രോക്കൽ 100/15. ഈ 0യും ഈ 0യും കട്ട് ചെയ്യാം. ഇത് രണ്ടും 5 ആയിട്ട് കട്ട് ചെയ്യാം. 7ൽ 5 1 ടൈം 2 ബാലൻസ്, 26ൽ 5 5 ടൈംസ് 1 ബാലൻസ്, 15ൽ 5 3 ടൈംസ്. ഈ 15ൽ 5 3 ടൈംസ്. 153 ഇൻറ്റു 10 ഇങ്ങോട്ട് എഴുതാം. 1530 1530/3. ഇനി നമുക്കിത് 3 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിനായിട്ട് ഇതിൻ്റെ ഡിജിറ്റ്സ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 1 + 5 is 6, 6 + 3 is 9, 9 + 0 is 9. 9 3യുടെ മൾട്ടിപ്പിളാണ്, അതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റും. 15ൽ 3 5 ടൈംസ്, 3ൽ 3 1 ടൈം, ഈ 0 ഇങ്ങോട്ട് എഴുതാം. 3ൽ 3 1 ടൈം. അപ്പോൾ നമ്മുടെ ആൻസർ 510 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 37.8 ഡിവൈഡഡ് ബൈ 1.4. 37.8 നമുക്ക് 378/10 എന്നെഴുതാം. ഡിവൈഡഡ് ബൈ 1.4 14/10 എന്നെഴുതാം. ഇനി 14/10ൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. 378/10 ഇൻറ്റു 10/14. ഈ രണ്ട് 10ഉം കട്ട് ചെയ്യാം. ഇനി ഇത് രണ്ടും നമുക്ക് ആദ്യം 2 ആയിട്ട് കട്ട് ചെയ്യാം. 3ൽ 2 1 ടൈം 1 ബാലൻസ്, 17ൽ 2 8 ടൈംസ് 1 ബാലൻസ്, 18ൽ 2 9 ടൈംസ്, 14ൽ 2 7 ടൈംസ്. ഇപ്പോൾ നമുക്ക് 189/7. ഇനി ഇത് നമുക്ക് 7 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. 18ൽ 7 2 ടൈംസ്, 2 7s are 14. അപ്പോൾ 4 ബാലൻസ് ഉണ്ട്. 49 ആയി ഇവിടെ. 49ൽ 7 7 ടൈംസ്, ഈ 7ൽ 7 1 ടൈം. അപ്പോൾ നമുക്ക് 27/1 എന്ന് കിട്ടി. അത് 27 തന്നെയാണ് അല്ലേ? നമ്മുടെ ആൻസർ 27. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2.73 ഡിവൈഡഡ് ബൈ 1.3. ഇത് നമുക്ക് 273/100 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 1.3 നമുക്ക് 13.10 എന്ന് എഴുതാം. 13/10ൻ്റെ റെസിപ്രോക്കൽ എഴുതി നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 273/100 ഇൻറ്റു 13/10ൻ്റെ റെസിപ്രോക്കൽ 10/30. ഇനി നമുക്ക് ഈ രണ്ട് 0സും കട്ട് ചെയ്യാം. പിന്നെ ഈ 10ഉം 273യും കൂടി കോമൺ ആയിട്ട് ഒന്നുമായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 13ഉം 273യും കൂടി കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. 27ൽ 13 2 ടൈംസ്, 2 13s are 26. അപ്പോൾ 2 എഴുതാം. 1 ബാലൻസ്, 13ൽ 13 1 ടൈം.
ഇവിടെ 13 1 ടൈം. ഇപ്പോൾ നമുക്ക് 21/10 എന്നാണ് കിട്ടിയിട്ടുള്ളത്. 21/10 എന്ന് പറയുമ്പോൾ 2.1 അല്ലേ? മനസ്സിലായില്ലേ കൂട്ടുകാരെ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസ് എല്ലാം ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അതൊന്ന് കാണണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.